എന്റെ ദൈവമേ, എന്തോടത്? എക്സ്ട്രീമോടോ, എന്തോടത്? പോയത് ആ സമയത്ത് വന്നിട്ട് എനിക്ക് തലമുണ്ട് തീർച്ചയാണ് ഇപ്പം. അയ്യോ, എന്തുകൊണ്ടത്? ഞാൻ ആ കാര്യം പറയാൻ വന്നേ. ഇത് വന്നേ, ഇത് വന്നിട്ട് ഫസ്റ്റ് ഈ ടൈം ഇവിടെ എന്തുകൊണ്ടത്? എന്തത്? നോക്കി കേട്ടോ, ഇവിടെ കുറച്ച് മറ്റേ പൊട്ടക്കുഴി കൂട്ടത്ത് കുറേ ഈ കുഴികളുണ്ട്. അല്ലടാ, അകത്തൊരു ബിൽഡിംഗ് ഉണ്ട്, അത് ഫസ്റ്റ് കവർ ചെയ്തിട്ട് വരാം. പിന്നെ നമുക്ക് അത് കഴിഞ്ഞിട്ട് ഇത് ഷൂട്ട് ചെയ്യാം. അതെടുത്തിട്ടേ ഇപ്പോൾ തൊട്ട് വരാം കേട്ടോ. ഇവിടെ കുറച്ച് പൊട്ടക്കുഴിയുണ്ടേ കേട്ടോ, അത് കല്ലിട്ട് മറച്ച് വെച്ചേക്കുമായിരിക്കും. നോക്കി സേഫായിട്ട് വാ. കരിയിലേ അല്ലടാ, അതുകൊണ്ട് അങ്ങനെ ഫീൽ ആവുന്നതായിരിക്കും. പക്ഷെ എൻ്റെ ദൈവമേ, പകൽ വന്നപ്പോൾ ഇത്രയും, നീ പകൽ വന്നില്ലായിരുന്നല്ലോ. ആ, പകൽ വന്നപ്പോൾ ഇങ്ങനൊന്നും അല്ലായിരുന്നു കേട്ടത്. എൻ്റെ ദൈവമേ, എടാ എന്തോടെ ഈ പകൽ ഇതിങ്ങനെ, ശോ രാത്രി ഇന്നിങ്ങനെ, പകൽ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ. നോക്കി സേഫായിട്ട് കേട്ടോ. എൻ്റെ പൊന്നോ, ഹെവിയടാ. ഇവിടെ രാത്രി എന്തോടെ ഇത്? കാട്ടിക്കൂടെ എന്തോ. ഇതാണ് ഈ നടക്കുന്ന കൊണ്ട് പറഞ്ഞേ. പറഞ്ഞില്ലേ, കുറച്ച് ഒച്ചത്തിൽ പറ കേട്ടോ. അങ്ങോട്ട് അങ്ങ് ദൂരെ ഫാക്ടറി ഉണ്ടോ, ആ സൗണ്ട് കേൾക്കുന്നത്. ആ, അകത്തോട്ടൊക്കെ പോയിട്ട് ഇപ്പം കാണിക്കാം. എന്തോ കാടാണിത്. വെറുതെ ഇട്ടിട്ട് പോയതാണോ? എടാ എന്തോ സംഭവം എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. ഞാനിത് ഫുള്ളായിട്ട് പറയാം നിനക്ക്. എനിക്കിതിനെ പറ്റി ഒരു പ്രോപ്പറായിട്ടൊരു ഐഡിയ കിട്ടുന്നത് സത്യം പറയാം. നിങ്ങൾ കാര്യം ചെയ്യും. ഓക്കെ പിടി, ഞാൻ ഇൻട്രോ സംസാരിക്കട്ടെ. വെൽക്കം ടു ഡെയറിങ് സൂര്യ. സോ ഗൈസ്, ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ വന്നിരിക്കുന്ന ഈ ഒരു അബണ്ടർ ബിൽഡിംഗ് വന്നിട്ട് ആക്ച്വലി വന്നിട്ട് ഞാൻ ഇതിനു മുന്നേ പല സ്ഥലങ്ങളിൽ ഷൂട്ടിൽ പോയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഫസ്റ്റ് ടൈമാണ് പ്രോപ്പറായിട്ട് ആ ഒരു ബിൽഡിങ്ങിനെ കുറിച്ച് യാതൊരു സ്റ്റോറി എനിക്ക് അറിയാതെ, ക്യാമറ ഷേക്ക് ചെയ്യണം, ഒരു സ്റ്റോറി അറിയാതെ തന്നെ വരുന്നത് ഫസ്റ്റ് ടൈമാണെന്ന് തോന്നുന്നു എനിക്ക്. കാരണം എനിക്ക് ഈ ബിൽഡിങ്ങിനെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല. കാരണം ഈ ഒരു ഇതൊന്നൊരു കോട്ടേജാണ്, കംപ്ലീറ്റ്ലി വന്നിട്ട് അമ്പണ്ടായിട്ട് കിടക്കുന്ന ഒരു ബിൽഡിങ്ങാണിത്. ഞാൻ ആക്ച്വലി ഇവിടെ വന്നിട്ട് പകൽ വന്നിട്ടുണ്ടായിരുന്നു, ആ വീഡിയോ നിങ്ങൾ കണ്ടു കാണും. സോ ഈ വീഡിയോ എനിക്ക് ഈ ഒരു ലൊക്കേഷൻ എനിക്ക് എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്കൊരാൾ പറഞ്ഞതാണ് ഈ ഒരു ലൊക്കേഷൻ, ഇങ്ങനെ ഈ സ്ഥലത്ത് ഈ ഒരു ലൊക്കേഷൻ കിടപ്പുണ്ട്. എന്താ സംഭവം എന്നൊന്നും അവർക്കും അറിയത്തില്ല. ബട്ട് ഞാനാണെങ്കിൽ ഇതുവഴി പോകുന്ന സമയത്ത്, ഇതുവഴി പാസ്സായിട്ട് ഒരു വേറൊരു കാര്യത്തിന് പോകുന്ന കൂട്ടത്തിൽ വന്നിട്ട് ഞാൻ ഈ ഒരു ബിൽഡിങ്ങിൽ വന്നിട്ട് ആക്ച്വലി ഇങ്ങനെ ലൊക്കേഷൻ ഉണ്ടോ എന്നുള്ളത് അറിയണമല്ലോ, അതറിയാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 10-15 സെക്കൻഡ് ഫുട്ടേജ് ഞാൻ എടുത്തിട്ടുണ്ട്. ആക്ച്വലി ആ ഫുട്ടേജ് ഇവിടെ കാണിക്കാം, ഒന്ന് കണ്ടിട്ട് വാ. എന്ത് വലിയ ബിൽഡിങ് ഇത്, ഇത് കുറേ ഉണ്ടല്ലോ. അപ്പുറത്തോർണ്ണുണ്ട്. പാട്ട് പറഞ്ഞ സൗണ്ട് കേട്ടെ. നിങ്ങളിപ്പോൾ ആ വീഡിയോ കണ്ടു കാണും. അപ്പോൾ ഇങ്ങനെ ലൊക്കേഷൻ ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനാണ് ഞാൻ മെയിനായിട്ട് വന്നത് തന്നെ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആ എടുത്ത വീഡിയോ ഇല്ല, 10-15 സെക്കൻഡ് ശരിക്കും വിയർക്കണടാ. ആ 10-15 സെക്കൻഡ് വീഡിയോ ഇല്ലയോ,
ആ സമയത്ത് വന്നിട്ട് എനിക്ക് തലമുണ്ട് തീർച്ചയാണ് ഇപ്പോൾ. അയ്യോ എന്തുകൊണ്ടത്? ഞാൻ ആ കാര്യം പറയാൻ വന്നേ. ഇത് വന്നേ റൈസ് വന്നിട്ട് കറച്ച് പിടി കേട്ടോ. റൈസ് വന്നിട്ട് അണ്ണാ സൗണ്ട് കിട്ടോ? ആരാണ്? ആരത്? ഹലോ, മനുഷ്യന്മാരാരെങ്കിലും വയലുണ്ടോ? എന്തുകൊണ്ടാ കരഞ്ഞ്? എന്തോ കരഞ്ഞ്? മനുഷ്യന്മാരെ ആരെങ്കിലും മേളിലുണ്ടോ? അത് പറയാൻ പറ്റത്തില്ല. ഒരു ഫാക്ടറി വർക്ക് ചെയ്യുന്നുണ്ട്, അവിടെ നിന്ന് ആരെയും വരാൻ ചാൻസ് ഉണ്ട്. വേറെ ഒരു പരിപാടിക്ക് കാരണം ഞാൻ പകൽ വന്നിട്ട് കുറച്ച് സംഭവം ഇവിടെ കണ്ടായിരുന്നു. ഞാൻ പകലോട് വന്നപ്പം കുറച്ച് സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു. ആ 10 സെക്കൻഡ് വീഡിയോ, ആ 15 സെക്കൻഡ് വീഡിയോ വന്നിട്ട് ഞാൻ ഫസ്റ്റ് ഈ ടൈമിലൂടെ എന്തുകൊണ്ടത്? എന്തോ ഇത് എനിക്ക് ആ 10 സെക്കൻഡ് വീഡിയോ വന്നിട്ട് ഞാൻ എടുത്തോണ്ട് ലൊക്കേഷൻ ഉണ്ടോ ഇല്ലെന്ന് കൺഫേം ആകണമല്ലോ. സോ ഞാൻ വന്നിട്ട് എടുത്തോണ്ട് വരുമായിരുന്നു. വന്നോണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് ബിൽഡിങ്ങിന് അകത്തുനിന്ന് വന്നിട്ട് ഒരു മൂവ്മെൻറ്റ് പോലെ എനിക്ക് ഫീലായി പെട്ടെന്ന് വന്നിട്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ബിൽഡിംഗ് ഉള്ളത് എനിക്ക് കൺഫേം ആയി, സംതിങ് ഇവിടെ എന്തോ ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി. ബട്ട് എന്താണ് ഒരു ഐഡിയ ഇല്ല എനിക്ക്. അങ്ങനെയാണ് ഞാൻ വന്നിട്ട് ഓക്കെ ഇവിടെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ ഡ്രാഗനും കൊണ്ട് വന്നത്. സോ ഞാൻ അവിടെ പകൽ വന്നായിരുന്നു. എനിക്ക് അപ്പം തന്നെ ലൈറ്റായിട്ട് ചില മൂവ്മെൻറ്റ് എനിക്ക് ഫീൽ ആയിട്ടുണ്ട്. ഞാൻ ആ വീഡിയോ തന്നെ പറയുന്നുണ്ട്. കണ്ടിട്ടു ആ വീഡിയോ തൊട്ട് മുമ്പിൽ കാണും, ആ വീഡിയോ ഡേ ടൈം വീഡിയോ. സോ ഇപ്പോൾ വന്നിട്ട് ഞാൻ ഡ്രാഗൺ കൊണ്ടാണ് ഈ സ്ഥലത്ത് ഷൂട്ടായിട്ട് വന്നിരിക്കുന്നത്. സോ വന്നപ്പോൾ തന്നെ കാണും ജസ്റ്റ് മിസ്സായിരുന്നു എൻട്രൻസ് തന്നെ. അതായത് ആ ഒരു എൻട്രി തന്നെ ഇവർ വേറെ ലെവലാണ് അവർ വെൽക്കം ചെയ്യുന്നത്. എന്താണെന്ന് ഒരു പിടുത്തമില്ല, മനുഷ്യനാണോ പ്രേതമാണോ ഒരു ഐഡിയ ഇല്ല. ആക്ച്വലി എനിക്ക് ഈ സ്ഥലത്തെ പറ്റി 0 ഐഡിയ ആണ്. എനിക്ക് ഈ സ്ഥലത്തെ പറ്റി ഒരു ധാരണയില്ല എനിക്ക്. കയറിയിട്ട് നാഗത്ത് കയറി നോക്കാം. പിന്നെ ദൂരെ വന്നിട്ട് ഒരു ഫാക്ടറി ഉണ്ട് ദൂരെ, അവിടുത്തെ സൗണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കാതിരിക്കാം. കാരണം ഞാൻ ഈ സൗണ്ട് വീഡിയോടാ വലിയ തലയൊന്ന് വീഴുമെന്നുള്ളത്. അയ്യോ. സോ വന്നിട്ട് ദൂരെ നല്ല ഫാക്ടറി ഉള്ളതുകൊണ്ട് തന്നെ സൗണ്ട് ഞാൻ ബൂസ്റ്റ് ചെയ്തായിരിക്കും കാണിക്കുന്നത്. മേ ബി ആ സൗണ്ട് കേൾക്കാൻ ചാൻസ് ഉണ്ട്. അവിടെ ജോലി എന്ന് പറഞ്ഞ സൗണ്ടും ചിലപ്പോൾ കേൾക്കാൻ ചാൻസ് ഉണ്ട്, എനിക്ക് അറിയില്ല. ആർക്കൊന്നായിക്കോട്ടെ ശരിയോ. ഇതാണ് ഇന്നോടെ ഡ്രാഗനാണ് വന്നിരിക്കുന്നത്. ആക്ച്വലി വന്നിട്ട് നജീബിന് വന്നിട്ട് നിങ്ങൾ ലാസ്റ്റ് വീഡിയോ കണ്ടു കാണുമായിരിക്കും. നജീബിന് വന്നിട്ട് സെക്കൻഡ് ടൈമാണ് ഹെഡ് ഇഞ്ചുറി ആകുന്നത്. സോ അതുകൊണ്ട് തന്നെ ചില പ്രോബ്ലംസ് ഉണ്ട്, പേഴ്സണലായിട്ട് ചില പ്രോബ്ലംസും ഉണ്ട്. സോ നജീബിന് വന്നിട്ട് വരാൻ പറ്റിയില്ല, കുറച്ച് റെസ്റ്റിംഗ് മോഡിലോട്ട് വീണ്ടും ആൾ പോയിരിക്കുകയാണ്. സോ ഇന്ന് എന്നോട് ഡ്രാഗനാണ് വന്നിരിക്കുന്നത്. ഡ്രാഗനെല്ലാം കംപ്ലീറ്റ് ഓക്കെ ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന് ഓക്കെ ആയിട്ടില്ല, ബട്ട് ആൾമോസ്റ്റ് ഓക്കെ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു അഡ്ജസ്റ്റ് ചെയ്ത് വേണമെങ്കിൽ അവന് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ് ഡ്രാഗൺ വന്നിരിക്കുന്നത്. സോ ഡ്രാഗനോട് കാണിക്കാം, എന്നിട്ട് പെട്ടെന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഡ്രാഗൻ എങ്ങനെയാ ഈ സ്ഥലം വന്നിട്ട്? വന്നപ്പോഴേ കിട്ടിയ സാധനം അത് ആ തല ജസ്റ്റ് മിസ്സാറുണ്ടോ? തല വീഴേണ്ട സാധനം വന്നിട്ട് അത് എന്തോ ഭാഗ്യം തല കൂടെ പോയായിരുന്നു. തല ഇപ്പം എൻ്റെ കൈ ഇപ്പം എങ്ങനെയുണ്ട്? റെസ്റ്റ് പറഞ്ഞു. അതെനിക്ക് മനസ്സിലായി. ഞാൻ തന്നോട് വരണ്ടെന്ന് പറഞ്ഞത്. നീ അതിലുള്ള കുഴപ്പമില്ല, നജിബണ്ണ ഇല്ലല്ലോ ആരാന്ന് പറഞ്ഞത്. ഓക്കെ അല്ലേ? അല്ല നീ പുറത്ത് വയ്ക്കുന്നു, ഞാൻ പോയിട്ട് രാത്രി കയറിട്ട് വരാം. വലിയ വിഷയമില്ല, ചെറിയ ഇടയ്ക്കിടയ്ക്ക് വരുന്ന പെയിനുള്ള അനങ്ങാനത്തുള്ള ഓക്കെ അല്ലേ? കുഴപ്പമില്ല. ശരി എന്നാ ഈ റെക്കോർഡ് ഓണാക്കി കേട്ടോ ക്യാമറയുടെ. ഇവിടെ ഫുള്ള് കുപ്പിച്ചിലായിരിക്കും. ഞാനിപ്പോൾ എന്തുകൂടത്? എന്ത് സൗണ്ട് കിട്ടിപ്പോ? എന്റെ ദൈവമേ, എന്തോടത്? എക്സ്ട്രീമോടോ അടാ, എന്തോടത്? എന്തോടത് ഇപ്പൊ കിട്ടിയത്? മുടിക്കണോ? പെണ്ണാണ് സൗണ്ട് കേൾക്കുന്നു. എന്താ ദൈവമേ, ആരാത്? ഹലോ, ഒരു മുടിയുള്ള ഒരു രൂപത്തെ ഞങ്ങളിപ്പോൾ കണ്ടായിരുന്നു. മനുഷ്യയാണത്? മനുഷ്യ പെണ്ണാണത്? പെണ്ണാണോ ഒന്ന്? എടാ എക്സ്ട്രീമടാ. എടാ അതിന് മുടി കണ്ടായിരുന്നു നീ? പെണ്ണാ, കൺഫേം പെണ്ണാ. അത് പെണ്ണ് മാത്രമല്ലേ ഉള്ളൂ. എടാ പെണ്ണാണെങ്കിൽ
എടുക്കാനോ? എടുക്കാൻ പോകുന്നു? എടാ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചോദിച്ചു കാണാ മുട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. കുറച്ച് അടക്കി പിടി എനിക്ക് മൂത്രമൊക്കെ പോയിട്ടല്ലോ കാട്ടിൽ നല്ല പാമ്പെല്ലാം കടിക്കാനായിട്ട്. നോക്കി കേട്ടോ. ഹലോ, മേളിലാണോ കണ്ടേ? രൂപത്തെ മേളിലാണ് കണ്ടേ? ഇവിടെ 3-4 നില ഉണ്ടോ? കുപ്പിച്ചിലോട്ടോ, നോക്കി കേട്ടോ. പലക വന്നേ, പലക എവിടെ നിന്ന് വന്നേ? മേളിലാണോ ഉള്ളത്? അപ്പോൾ മേളിലാണ് ഉള്ളത്. പൈസ തൊട്ട് മേളിലാണെന്ന് തോന്നുന്നു. കാരണം നമ്മൾ മേളിലാണ് ഇപ്പോൾ ക്യാപ്ചർ ചെയ്തത് വന്നിട്ട്. ഇനി ആശാരി വല്ലതും ആണോ? പലകൾ മാത്രം വന്ന് വീഴുന്നു. ആശാരി അല്ലടാ ഇത്, മറ്റേ കൊത്തുപണിക്ക് പോകുന്ന ആൾക്കാർ. നോക്കി കേട്ടോ, തലകൊണ്ടേക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നോക്കി കേട്ടോ. എൻ്റെ അമ്മോ, ആരാ മേളിലുള്ളത്? മനുഷ്യരാരെങ്കിലും ആണോ മേളിലുള്ളത്? അതെ, ഒരുത്തൻ തല പൊട്ടിയതുള്ളൂ. ഇപ്പോൾ അടുത്ത തല പൊട്ടാൻ എനിക്ക് പറ്റുന്നില്ല, വയ്യ. നോക്കി കേട്ടോ. അയ്യോ, എന്തോ ദൈവമേ, എന്തോടെ തീർച്ചത്? ജസ്റ്റ് മിസ്സാ. അവിടെ ഷൂടാ. ചേട്ടാ ആരെയും വെള്ളമുണ്ടോ? ചേട്ടാ, ഞങ്ങളിപ്പോൾ ഇവിടെ വെച്ച് രൂപത്തെ കണ്ടായിരുന്നു. അത് നിങ്ങൾ ആരെങ്കിലും ആണോ? ഒരു പെണ്ണിനെ അവിടെ കണ്ടത്. നീ പെണ്ണിനെ കൊണ്ട് ഇവിടെ വന്നിട്ടല്ല, കള്ള പരിപാടിയാണോടാ കിളവാ? ആരാടത്? പോടാ മാങ്ങാണ്ടി. ചോരൊന്നും അല്ലടത്, ഏതോ ചവച്ചിട്ട് തുപ്പിയൊക്കെ ഏതോ കഴുത. അവിടെ നടക്കുന്ന പാരുണ്ട്. കുടിയന്മാരെ വല്ല പഠിക്കുമ്പോഴാണോ എന്തോ ഒരു കഴിവേറിയുണ്ട്. എന്നാ ആൾ നടന്നുകൊണ്ട് ഓടിക്കോ മട്ടേക്കോട്ട്. അപ്പൊ കൺഫേം ആരോടുണ്ടോ? മണ്ടേ ഓടിക്കോടാ. ഷൂസൊക്കെ ഓടിക്കുന്നുണ്ടല്ലേ കേട്ടെ? ഷൂസൊക്കെ ഓടിക്കുന്നുണ്ടല്ലേ കേട്ടെ? ഷൂസോ? അവൻ്റെ കാൽപാദം നോക്കാൻ പോലെ എന്നിട്ട് ഓടിയിരുന്നു. ആരത്? കൊച്ചുപിള്ളേരെ കളിപ്പട, കൊച്ചുപിള്ളേരെ കളിപ്പട ആടാ, താഴെയില്ല മേളിയായിരുന്നേ. കൊച്ചുപിള്ളേർ രാത്രി നോക്കണമല്ലോ. എവിടെ മേളിൽ നിന്നാണ് സൗണ്ട് കേട്ടെ? കൊച്ചുപിള്ളേർക്ക് മറ്റേ ടോയില്ലേ, ടോയുടെ സൗണ്ടാണ് കേട്ടെ. മറ്റേ പൈസ ഇപ്പോൾ മേളിൽ നിന്ന് ഒരു ടോയുടെ സൗണ്ടാണ് കേട്ടത്. ഇപ്പോൾ ഇവിടെ നിന്ന് മേളിൽ ഓടിപ്പോൾ സൗണ്ട് കേട്ടി ഞങ്ങളിപ്പോൾ. അതേ ഓടിപ്പോയ റൂട്ടിൽ തന്നെ ഇപ്പോൾ മേളിൽ ഫ്ലോറും കൂടെ ഉണ്ട്. അവിടെ നിന്ന് ഒരു ടോയുടെ സൗണ്ടാണ് കേട്ടത്. കൊച്ചുപിള്ളേർ കളിക്കുന്ന കളിപ്പാട്ടത്തിൻ്റെ സൗണ്ടാണ് കേട്ടത്. നിങ്ങളിപ്പോൾ കേട്ട് കാണും. എന്തോടാ അത്?
എന്തോട് ഇത് മൊത്തം പൊട്ടിച്ചിട്ടേക്കുന്ന ഇവിടെ? എന്തോട് ഇത് കിടക്കുന്ന മൊത്തം ഇങ്ങനെ? മിനി ബാറ്. ഇത് നോക്കി, ഇതെന്തുവാ? ഇവിടെ നിന്ന് ഇറങ്ങി താഴെപ്പോഴുള്ള ഡോറല്ലോ. ഇതിന്റെ അകത്തോട്ട് ആരെങ്കിലും കൊന്നിട്ടാ പോലും അറിയത്തില്ലോ. പുറം ലോകം പോലും അറിയത്തില്ല കേട്ടോ. ബാത്റൂം ഉണ്ടത്. എടാ ഇത് അതൊരു വീട്, ഇതൊരു വീട്, ഇത് കോട്ടേജ് ചെയ്ത് ആക്ച്വലി. നമ്പർ എന്തോന്നാ? നമ്പർ എടാ വീട്ടിൻ്റെ ഒരു നമ്പർ ആയിക്കോടാ. ഇപ്പം 7ാമത്തെ വീട് ഒരു വീട്, 8ാമത്തെ ഇവിടെ നമ്പർ കാണുമല്ലോ, അവിടെ 8. കുടിയന്മാരെല്ലാം മുകളിലുണ്ടോ? അല്ല കുടിയന്മാരെല്ലാം മുകളിലുണ്ടോ? നമ്മൾ ഇറങ്ങി പോകാൻ വേണ്ടി കാണിക്കാനാണെങ്കിലോ? ആണെങ്കിലും മറ്റേ ടോയുടെ സൗണ്ട് കേട്ടെ, കളിപ്പാട്ട സൗണ്ട്. കളിപ്പാട്ട സൗണ്ട് ഇപ്പം കേട്ടില്ലേ? അതെന്തോ അല്ല കൊച്ചുങ്ങളെ കൊണ്ടിരിക്കണോ? ഇതിന് വേറെ ഇല്ലീഗലായിട്ട് എന്തെങ്കിലും നടക്കുന്നുണ്ടോ അവിടെ? ഇല്ലീഗലായിട്ട് അവരോട് നടക്കുന്നുണ്ടോ? എനിക്ക് ചാറ് ഓടുന്ന സൗണ്ട് കേട്ടു. ഫസ്റ്റ് ഉള്ള രൂപത്തെ കണ്ടു. അത് കഴിയുമ്പോഴത്തേക്ക് ഒരു കളിപ്പാട്ട സൗണ്ട് ഇപ്പം കേട്ടു. എനിക്ക് അതാണ് ഡൗട്ട്. ഇപ്പോൾ എനിക്ക് ഇതൊക്കെ നോക്കിട്ട് പോകാം. ചേട്ടാ ഇവിടെ മൊത്തം പൊട്ടിച്ചിട്ടേക്കോ കേട്ടോ. കൺഫേം ഇവിടെ ബാർ തന്നെ. ഇവിടെ കൺഫേം ബാർ തന്നെ. ഇത് മൊത്തം ചേട്ടാ ഇത് എന്തോ ഇത് സംഭവം? ഗൈസ് ആക്ച്വലി നിങ്ങൾക്ക് എന്താ സംഭവം ഒന്ന് പിടികിട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ കമൻറ്റ് സെക്ഷനിൽ. എനിക്കിത് മനസ്സിലാവുന്നില്ല. ഇനി മറ്റേ തീ എത്തിക്കുമ്പോൾ എന്തെങ്കിലും പുക പോകാനുള്ള സെറ്റപ്പ് ആണോ? അല്ലാതെ കേട്ടോ മേലോട്ടും പോകുന്നുണ്ട് സംഭവം കേട്ടോ. അവിടെ എന്താ സംഭവം നോക്കട്ടെ. മേളിൽ അവിടെ ഇനി ഒന്നര കുപ്പിച്ചൽ പീസ് ഉണ്ട്. എന്തോടെ ഇത്? ആരെങ്കിലും മേലുണ്ടെങ്കിൽ പറയണേ ദൈവത്തെ ഓർത്ത്. നിങ്ങൾ എന്ത് ചെയ്യുന്നവിടെ കണ്ടത്? ഉള്ള വീറുപ്പികളെല്ലാം തീർക്കുക. നോക്കി വാ കേട്ടോ, എന്ത് സംഭവിക്കാൻ നോക്കി വാ. സേഫായിട്ട് ഒരു കൈ തല വെച്ചു, നീ ഒരു കൈ തല പിടിച്ചോ. തല പൊത്തി പിടിക്കാൻ കൈ പിന്നെ പെട്ടെന്ന് ശരിയാവും. തലയൊക്കെ പോയി കഴിഞ്ഞാണ്ടല്ലോ. നോക്കി വാ, നോക്കി വാ, നോക്കി വാ. കഴിവറി കണ്ടറ മണ്ടയ്ക്ക്. നോക്കി വാ, നോക്കി വാ. ഓ ശരി ശരി ശരി. ആരെയും കാണുന്നില്ലോടാ. ഈ മാസ്ക് ഒക്കെ അവരുപയോഗിച്ച മാസ്ക് ആയിരിക്കും കേട്ടോ ഇതൊക്കെ. എന്തുകൂടെ ഇത്? എടാ ഞാനിവിടെ പകൽ എന്നിട്ട് അവിടെ എന്തുകൂടത്? നടുവേനക്കുള്ള തൈലോ? എടാ ഞാനിവിടെ ഉച്ചയ്ക്ക് വന്നപ്പോഴേ ഇവിടെ കുറേ വന്നിട്ട് ബോട്ടിൽ കിടപ്പുണ്ടായിരുന്നു ഇവിടെ. അത് വെച്ചിട്ട് ഇവൻ്റെ കളി മൊത്തം ഇത് പെണ്ണാണോ ആണാണോ പ്രേതമാണോ മനുഷ്യനാണോ ഒരു പിടുത്തമില്ല. നോക്കി നോക്കി നോക്കി. ആരെങ്കിലും നടക്കുന്ന പുറത്തോ? വെളിയിലോ? വെളിയിൽ നമ്മൾ കയറുന്നിടത്ത് തന്നെ ആരെങ്കിലും നടക്കുന്നുണ്ട്. നടക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടോ? എനിക്ക് ഇതേ സൗണ്ട് വന്നിട്ട് ഞാൻ ഉച്ചയ്ക്ക് ഇപ്പം കേൾക്കുന്നുണ്ട് എനിക്ക്. നോക്കി വേട്ടോ കേട്ടോ. ഇങ്ങനെ ഇറങ്ങി പൊട്ടിച്ച് വീറോട്ട് വേണ്ടി മൊത്തം തറ കിടക്കണം കേട്ടോ. അതെ ഇവിടെ നോക്കി കേട്ടോ. ഇവിടെയൊക്കെ ഫുള്ള് ഇതാണ്, താഴ്ചയാണ്. കാറ് സൈഡ് മാറ്റി മുത്തല്ലേ.
വെട്ടിപ്പൊളിച്ചു ഏ? വെട്ടിപ്പൊളിച്ചിട്ടേ എന്ത് പോലെ ഇതൊക്കെ ഇപ്പം ബാഗ് എടുക്കുമ്പോഴേ ആ ബാഗിനകത്ത് 2 കട്ട സ്വർണ്ണക്കട്ട. ഓഹോ തൂക്കിയെടുത്തിട്ട് പോലീസ് അകത്ത്. ചിലപ്പോൾ നടക്ക് സൗണ്ട് കേൾക്കുന്നു. നോക്കി ക്യാമറ അടിച്ച്. ഇവിടെ മൊത്തം ഇട്ട പാൻറ് ഇതുകൊണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ റൂം. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇത് ആരോ വന്നിട്ട് ഇവിടെ ഇല്ലീഗലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇതുകൊണ്ട് കോണ്ടോ ഒക്കെ കിടക്കുന്നു ഇവിടെ. ആരാണ് ഈ പുതപ്പിലൊക്കെ ഇവിടെ കിടന്ന് ഇവിടെ കിടന്നിട്ട് ഓരോന്ന് കളി ചെയ്യുന്നു? ഞാൻ വേറെ കുറിപ്പെടും. അണ്ണ ഇങ്ങനെ ചെയ്യുന്നവർക്ക് ഈ ആത്മാവിനൊന്നും പേടിയില്ല അണ്ണ. ചെയ്യുന്നവർക്ക് ആത്മാക്കളൊന്നും പേടിയില്ല. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇമാരിൽ സൈക്കോ ആയിരിക്കും. ഇപ്പം ഈ ഇത് ചെയ്തേക്കുന്ന പോലെ സൈക്കോ ആണെങ്കിൽ അവന് പേടി അറിയാവും. പേടി, വേദന, ഇതുപോലെ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് മനുഷ്യനായിരിക്കണം. സൈക്കോ എന്ന് പറഞ്ഞാൽ മനസ്സിലായി റോബോട്ട്. അത് സൈക്കോ പോടാ എഴുതിട്ട് അല്ല അങ്ങനത്തെ കുഞ്ഞിന്റെ സൗണ്ടാ. കൊച്ചിൻ സൗണ്ടാ. ഒരു കുഞ്ഞിന്റെ ശരിക്കും സൗണ്ട് കേട്ടില്ല ഇനിയിപ്പോ. അത് ഞാൻ ചോദിച്ചാൽ ആടുമല്ലോ. ആടോ പോടാ എഴുന്നിട്ട് ഒരു സൗണ്ടാ കേട്ടോ, കുഞ്ഞിന്റെ സൗണ്ട്. എവിടെ നിന്നാ കേൾക്കുന്നത്? അവിടെ അവിടെ നിന്നാണ് കേട്ടെ. ആ റൂമിനകത്തും സൗണ്ട് കേട്ടെ. ചെവി അടിച്ചു. കുഞ്ഞിന്റെ സൗണ്ട് കേട്ടിപ്പോ. നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ പറയുക. ഒരു കുഞ്ഞിന്റെ സൗണ്ട് ഇപ്പൊ കേട്ട് ക്ലിയർ ആയിട്ട്. കുഞ്ഞുണ്ടായിരിക്കൂ. കുഞ്ഞിന്റെ പ്രേതം ഉണ്ടായിരിക്കൂ. ഫസ്റ്റ് കണ്ടൊരു അമ്മയുടെ വീട്ടിൽ കണ്ടേ മുടിയൊക്കെ ഉള്ളേ. അമ്മയും കുഞ്ഞും. എൻ്റെ ദൈവമേ. പൈസ വന്നിട്ട് ഇവിടെ ഒരു അമ്മയും കുഞ്ഞിൻ്റെ പ്രേതമാണ് ഉള്ളത്. അതപ്പോൾ ഫസ്റ്റ് കണ്ട മുടിയുള്ള ആ ഒരു രൂപത്തെ കണ്ടത്. ഇപ്പോൾ വന്നിട്ട് വീണ്ടും നോക്കുമ്പോഴത്തേക്ക് ഒരു കുഞ്ഞിൻ്റെ സൗണ്ട് കേൾക്കുന്നു. ഇവിടെ വന്നിട്ട് ഒരു അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആത്മാക്കളാണ് ഇവിടെ ഉള്ളത്. ആണെങ്കിൽ ഒരു സൗണ്ട് കേൾപ്പിക്കാമോ? എന്തെങ്കിലും സൗണ്ട് കേൾപ്പിക്കാമോ? ഒന്നുകൂടെ ചോദിക്കാം. ഇവിടെ ഉള്ളത് ഏതെങ്കിലും ഒരു ആത്മ, അതായത് ഒരു അമ്മയും ഒരു കുഞ്ഞും, ഈ 2 ആത്മാക്കളാണ് ഇവിടെ ഉള്ളതെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു സൗണ്ട് കേൾപ്പിക്കാമോ? ക്ലിയർ എൻ്റെ ദൈവമേ. അപ്പോൾ ഇവിടെ ഉള്ളത് ഒരു അമ്മയുടെയും കുഞ്ഞിൻ്റെ ആത്മാക്കളാണ് അവിടെ ഉള്ളത്. കൺഫേം.